അടുത്ത നമ്മൾ നോക്കുന്നത് MO ഡയഗ്രം വരയ്ക്കാൻ വേണ്ടിയാണ്. അതും എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദ MO ഡയഗ്രം ഫോർ ഓക്സിജൻ മോളിക്യൂൾ ആൻഡ് കമന്റ് ഇറ്റ്സ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. നമ്മൾ ഓക്സിജന്റെ MO ഡയഗ്രം വരയ്ക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് അതിന്റെ MO കോൺഫിഗറേഷൻ എഴുതണം. നമുക്കറിയാം ഓക്സിജൻ മോളിക്യൂളിനകത്ത് ആകെ 16 ഇലക്ട്രോൺസ് ഉണ്ട്. So the MO configuration for oxygen molecule is sigma 1s2, sigma star 1s2, sigma 2s2, sigma star 2s2, sigma 2pz2, pi 2px2, pi 2py2, pi star 2px1, pi star 2py1. ഇത് ഉപയോഗിച്ച് നമുക്ക് അതിന്റെ MO ഡയഗ്രം ഇതേപോലെ വരയ്ക്കാം. MO ഡയഗ്രം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇന്നർ ഷെല്ലിലുള്ള ഓർബിറ്റൽസ് വരച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. ഔട്ടർ ഷെല്ലുമായിട്ട് ബന്ധപ്പെട്ട ഓർബിറ്റൽസ് മാത്രം വരച്ചാൽ മതി. ദാറ്റ് ഈസ് ഇവിടുത്തെ ഔട്ടർ ഷെൽ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഷെല്ലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഓർബിറ്റൽസ് ആണ് 2s ഉം 2p. ഓക്കെ, ഇവിടെ നമ്മൾ ഓക്സിജൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നത് രണ്ട് ഓക്സിജൻ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ടാണ്. ഫസ്റ്റ് ഓക്സിജന്റെ അറ്റോമിക് ഓർബിറ്റൽസ് ആണ് ഈ സൈഡിൽ കാണിക്കുന്നത്. അതേപോലെ സെക്കൻഡ് ഓക്സിജന്റെ അറ്റോമിക് ഓർബിറ്റൽസ് ആണ് റൈറ്റ് സൈഡിൽ കാണിച്ചേക്കുന്നത്. ഇതൊരു എനർജി ലെവൽ ഡയഗ്രം ആണ്. ഇവിടെ രണ്ട് 2s അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാകുന്ന MOs ആണ് ഈ സെൻട്രൽ കാണിച്ചേക്കുന്നത്. ഈ MOസിൽ എനർജി കുറവായിട്ടുള്ള BMO അത് ഏറ്റവും താഴെ വരയ്ക്കുന്നു. അതിനുശേഷം അതിനേക്കാൾ എനർജി കൂടിയ ABMO ആയിട്ടുള്ള സിഗ്മ സ്റ്റാർ 2s അതിന് മുകളിൽ വരയ്ക്കുന്നു. നമുക്കറിയാം ഓക്സിജന്റെ കേസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p4 എന്നാണ്. നമ്മൾ 1s കാണിച്ചിട്ടില്ല. അതുകൊണ്ട് 2sനകത്ത് 2 ഇലക്ട്രോണും 2pക്കകത്തുള്ള 4 ഇലക്ട്രോണുമാണ് ഇവിടെ ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇവിടെയും അതേപോലെ സെക്കൻഡ് ഓക്സിജന്റെ 2s2, 2p4. അതുകൊണ്ട് നമ്മൾ ആദ്യം 2s അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന MOs വരയ്ക്കണം. ദാറ്റ് ഈസ് സിഗ്മ 2s ഉം സിഗ്മ സ്റ്റാർ 2s ഉം രണ്ടിനകത്തും 2 ഇലക്ട്രോൺ വീതം ഫില്ല് ചെയ്യുക. ബിക്കോസ് ഹിയർ ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ 2s അറ്റോമിക് ഓർബിറ്റൽസ് ഈസ് 4. അതുകൊണ്ട് ഈ MOയിലും ആകെ 4 ഇലക്ട്രോൺ വരും. അതിനുശേഷം നമ്മൾ 2p അറ്റോമിക് ഓർബിറ്റലുമായിട്ട് ബന്ധപ്പെട്ട MOs വരയ്ക്കണം. നമുക്കറിയാം ഓക്സിജന്റെ കേസിൽ ഈ 2p അറ്റോമിക് ഓർബിറ്റലിലെ 2pz അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന MO ആയ സിഗ്മ 2pz എനർജി ഏറ്റവും കുറവ്. അതുകൊണ്ട് അത് ആദ്യം വരയ്ക്കുക. അതിന് മുകളിൽ പൈ 2px ഉം പൈ 2py ഉം അവർക്ക് രണ്ടുപേർക്കും ഒരേ എനർജി ആയതുകൊണ്ട് ഒരുമിച്ച് വരയ്ക്കാം. അതിന് മുകളിലായിട്ട് അവരുടെ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ആയിട്ടുള്ള പൈ സ്റ്റാർ 2px ഉം പൈ സ്റ്റാർ 2py ഉം ഇവർക്കും സെയിം എനർജി ആയതുകൊണ്ട് അത് നമുക്ക് ഒരുമിച്ച് വരയ്ക്കാം. ഏറ്റവും എനർജി കൂടുതൽ സിഗ്മ സ്റ്റാർ 2pz. ഇവിടെ നമുക്ക് ഇലക്ട്രോൺ ഫില്ല് ചെയ്യാം. ഇവിടെ ആകെ 4 ഇലക്ട്രോൺ, ഈ സൈഡിലും ആകെ 4 ഇലക്ട്രോൺ. ദാറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 2p അറ്റോമിക് ഓർബിറ്റൽസ് ഈസ് 8. ആ 8 ഇലക്ട്രോൺസിനെ ഇവിടെ ഫില്ല് ചെയ്യുന്നു. ദാറ്റ് ഈസ് സിഗ്മ 2pz2, പൈ 2px2, പൈ 2py2, പൈ സ്റ്റാർ 2px1, പൈ സ്റ്റാർ 2py1. ഈ ഡിഫറന്റ് MOs നോക്കുകയാണെങ്കിൽ, മോളിക്കുലാർ ഓർബിറ്റൽസ് നോക്കുകയാണെങ്കിൽ, ഈ പൈ സ്റ്റാർ 2pxനകത്തും പൈ സ്റ്റാർ 2pyയിലും അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ പ്രസൻസ് ഉണ്ട്. അതുകൊണ്ട് ഓക്സിജൻ മോളിക്യൂള് പാരാമാഗ്നറ്റിക് ആണ്. ഇത് അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. കാരണം MO തിയറിയുടെ ഏറ്റവും വലിയ മെറിറ്റ് എന്ന് പറയുമ്പോൾ ഓക്സിജന്റെ പാരാമാഗ്നറ്റിക് ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നെക്സ്റ്റ് MO ഡയഗ്രാംസ് ഫോർ നൈട്രജൻ ആൻഡ് ഫ്ലൂറിൻ മോളിക്യൂൾ. നൈട്രജൻ മോളിക്യൂളിന്റെയും ഫ്ലൂറിൻ മോളിക്യൂളിന്റെയും MO ഡയഗ്രാം വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. അതുകൊണ്ട് ആദ്യം നമുക്ക് നൈട്രജൻ മോളിക്യൂളിലേക്ക് വരാം. ഇൻ നൈട്രജൻ മോളിക്യൂൾ there are 14 ഇലക്ട്രോൺസ്. നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണ്. ദാറ്റ് ഈസ് ഒരു നൈട്രജൻ ആറ്റത്തിനകത്ത് 7 ഇലക്ട്രോൺ ഉണ്ട്. നൈട്രജൻ മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ 2 നൈട്രജൻ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുകയാണ്. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു 14. നമുക്ക് അതിന്റെ MO കോൺഫിഗറേഷൻ എഴുതാം. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, പൈ 2px2, പൈ 2py2, സിഗ്മ 2pz2. ഈ MOs നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എങ്ങും തന്നെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണ്. അതുകൊണ്ട് ഈ മോളിക്യൂള് ഡയാമാഗ്നറ്റിക് ആണ്. ഇനി നമുക്ക് അതിന്റെ MO ഡയഗ്രാം വരയ്ക്കാം. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ 1s അറ്റോമിക് ഓർബിറ്റലുമായിട്ട് ബന്ധപ്പെട്ട MOs വരയ്ക്കേണ്ട ബാക്കിയുള്ളത്. അതായത് 2s അറ്റോമിക് ഓർബിറ്റലും 2p അറ്റോമിക് ഓർബിറ്റലും. 2s അറ്റോമിക് ഓർബിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് 2 MOs ഉണ്ട്. സിഗ്മ 2s ഉം സിഗ്മ സ്റ്റാർ 2s ഉം. അതേപോലെ 2p അറ്റോമിക് ഓർബിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് 6 MOs ഉണ്ട്. ഇതിൽ എനർജി ഏറ്റവും കുറവ് പൈ 2pxനും പൈ 2pyക്കും ആണ്. നമ്മൾ നേരത്തെ കണ്ട ഓക്സിജനിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ പൈ 2pxനും പൈ 2pyക്കും ആണ് എനർജി ഏറ്റവും കുറവ്. അത് ഏറ്റവും താഴെ വരയ്ക്കണം.
അതിന് മുകളിൽ വേണം സിഗ്മ 2pz വരയ്ക്കാൻ. അതിനുശേഷം ABMOs ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് പൈ സ്റ്റാർ 2pxും പൈ സ്റ്റാർ 2pyയും അതേപോലെ സിഗ്മ സ്റ്റാർ 2pz. അതിനുശേഷം ഇലക്ട്രോൺ ഫില്ല് ചെയ്യുക. നമുക്കറിയാം നൈട്രജന്റെ കേസിൽ അറ്റോമിക് ഓർബിറ്റൽ കോൺഫിഗറേഷൻ 1s2 2s2 2p3 എന്നാണ്. ഇത് ഫസ്റ്റ് നൈട്രജന്റെ 2s ഇലക്ട്രോണും 2p ഇലക്ട്രോൺസും ആണ്. ഇത് സെക്കൻഡ് നൈട്രജന്റെ 2s ഇലക്ട്രോണും 2p ഇലക്ട്രോൺസും ആണ്. ഇവിടെ 2pയിൽ ആകെ 6 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 6 ഇലക്ട്രോൺ ഓഫ് ബാർ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഫില്ല് ചെയ്യുമ്പോൾ പൈ 2pxൽ 2 ഇലക്ട്രോൺ, പൈ 2pyയിൽ 2 ഇലക്ട്രോൺ, അതിനുശേഷം വരുന്ന ബാക്കി 2 ഇലക്ട്രോൺ സിഗ്മ 2pz. മാഗ്നറ്റിക് ക്യാരക്ടർ പ്രെഡിക്റ്റ് ചെയ്യുന്നത് മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ നോക്കിയാണ്, അറ്റോമിക് ഓർബിറ്റൽ വെച്ചല്ല. അതുകൊണ്ട് നമ്മൾ MO കോൺഫിഗറേഷൻ നോക്കുക. ഇവിടെ എവിടെയെങ്കിലും അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ പാരാമാഗ്നറ്റിക്, എല്ലാ ഇലക്ട്രോണും പെയർഡ് ആണെങ്കിൽ ഡയാമാഗ്നറ്റിക്. നൈട്രജൻ മോളിക്യൂളിന്റെ കേസിൽ എല്ലാ MOസും പെയർഡ് ആണ്, അതുകൊണ്ട് നൈട്രജൻ മോളിക്യൂള് ഡയാമാഗ്നറ്റിക് ആണ്. നെക്സ്റ്റ് ഫ്ലൂറിൻ മോളിക്യൂള്. ഫ്ലൂറിൻ മോളിക്യൂളിന്റെ കേസിൽ അവിടെ ആകെ 18 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 80 ഇലക്ട്രോൺസ് നമ്മൾ ഡിഫറെന്റ് MOസിൽ ഫില്ല് ചെയ്യുമ്പോൾ ആ MO കോൺഫിഗറേഷൻ ഇങ്ങനെ വരും. That is sigma 1s2, sigma star 1s2, sigma 2s2, sigma star 2s2, sigma 2pz2, pi 2px2, pi 2py2, pi star 2px2, pi star 2py2. ഇവിടെ നമ്മൾ ഡിഫറെന്റ് MOs പരിശോധിക്കുകയാണെങ്കിൽ there is no unpaired electron. So F2 molecule is also diamagnetic. നമുക്ക് അതിന്റെ MO ഡയഗ്രാം കൂടി വരയ്ക്കാം. ഇവിടെയും നമ്മൾ 2s and 2p മാത്രം വരച്ചാൽ മതി. That is 2s അറ്റോമിക് ഓർബിറ്റലുമായിട്ട് ബന്ധപ്പെട്ട MOs ആണ് സെൻട്രി വരച്ചേക്കുന്നത്. 2p അറ്റോമിക് ഓർബിറ്റലുമായിട്ട് ബന്ധപ്പെട്ട MOs ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിന്റെ അറ്റോമിക് ഓർബിറ്റൽസ് ആണ് കാണിച്ചേക്കുന്നത് 2s2 2p5. ഇത് സെക്കൻഡ് ഫ്ലോറിന് ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട അറ്റോമിക് ഓർബിറ്റൽസ് ആണ് 2s2 2p5. ഓക്കെ, സെൻട്രൽ കാണിച്ചേക്കുന്ന ഫ്ലോറിൻ മോളിക്യൂളിന്റെ മോളിക്കുലാർ ഓർബിറ്റൽസ് ആണ്. അത് ഫില്ല് ചെയ്തിരിക്കുന്നത് നോക്കുക. സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, sigma 2pz2, pi 2px2, pi 2py2, pi star 2px2, pi star 2py2. ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. നൈട്രജന്റെ കേസിൽ പൈ 2px പൈ 2pyന് എനർജി കുറവും സിഗ്മ 2pzന് അതിനേക്കാൾ എനർജി കൂടുതലുമാണ്. പക്ഷെ ഇവിടെ സിഗ്മ 2pzനാണ് എനർജി കുറവ് പൈ 2pxനേക്കാളും പൈ 2pyയേക്കാളും. നമ്മൾ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട അവസാനത്തെ ഒരു സെക്ഷനിലേക്ക് കടക്കുകയാണ്. ദാറ്റ് ഈസ് ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ട് എന്താണ്? ഹൈഡ്രജൻ ബോണ്ട് മീൻസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ between hydrogen atom of one molecule and electronegative atom like fluorine, oxygen or nitrogen atom of the same or different molecule. ഒരു മോളിക്യൂളിനകത്തുള്ള ഹൈഡ്രജൻ ആറ്റം ഒന്നുകിൽ അതേ മോളിക്യൂളിനകത്തുള്ള അല്ലെങ്കിൽ മറ്റൊരു മോളിക്യൂളിനകത്തുള്ള ഇലക്ട്രോനെഗറ്റീവ് ആറ്റമായിട്ടുള്ള ഫ്ലോറിൻ, ഓക്സിജൻ, നൈട്രജൻ ഇവരുമായിട്ടുണ്ടാക്കുന്ന വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സിന്റെ പേരാണ് ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ടിന്റെ സ്ട്രെങ്ത് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ ദാറ്റ് ഓഫ് എ കോവാലന്റ് ബോണ്ട്സ് ആൻഡ് വാൻഡർവാൾസ് ഫോഴ്സ്. ദാറ്റ് ഈസ് ഹൈഡ്രജൻ ബോണ്ട് ഈസ് വീക്കർ ദാൻ എ കോവാലന്റ് ബോണ്ട്സ് ബട്ട് സ്ട്രോങ്ങർ ദാൻ വാൻഡർവാൾസ് ഫോഴ്സ്. കോവാലന്റ് ബോണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ബോണ്ട് വീക്ക് ആണ്, എന്നാൽ വാൻഡർവാൾസ് ഫോഴ്സിനേക്കാളും സ്ട്രോങ്ങുമാണ്. അതേപോലെ ഹൈഡ്രജൻ ബോണ്ട് ഡിനോട്ട് ചെയ്യുന്നത് ഡോട്ടഡ് ലൈൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ടൈപ്സ് ഓഫ് ഹൈഡ്രജൻ ബോണ്ട്സ്. ഹൈഡ്രജൻ ബോണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്, രണ്ട് ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്. ഇന്റർ മോളിക്കുലാർ മീൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾ, ഇൻട്രാ മോളിക്കുലാർ മീൻസ് വിത്തിൻ ദ മോളിക്യൂൾ. What is intermolecular hydrogen bonding എന്ന് ചോദിച്ചാൽ it is the hydrogen bond formed by hydrogen atom of one molecule and the electronegative atom of another molecule. ഒരു മോളിക്യൂളിനകത്തുള്ള ഹൈഡ്രജൻ ആറ്റം മറ്റൊരു മോളിക്യൂളിനകത്തുള്ള ഇലക്ട്രോനെഗറ്റീവ് ആറ്റമായിട്ടുള്ള ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ ഇവരുമായിട്ടുണ്ടാക്കുന്ന വീക്ക് അട്രാക്ഷന്റെ പേരാണ് ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്. ഫോർ എക്സാമ്പിൾ HF ആണ്. HFനകത്തുള്ള ഹൈഡ്രജൻ ബോണ്ടാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഓരോ HF മോളിക്യൂളിന്റെയും ഇടയിലായിട്ട് നമ്മൾ ഡോട്ടഡ് ലൈൻ കാണിച്ചിട്ടുണ്ട്. ഈ ഡോട്ടഡ് ലൈൻ ആണ് ഹൈഡ്രജൻ ബോണ്ട്സ്. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് ആണ് ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. Intramolecular means within the molecule. That is, it is the hydrogen bond formed between hydrogen atom and the electronegative atom of the same molecule.
ഒരേ മോളിക്യൂളിനകത്തുള്ള ഹൈഡ്രജൻ ആറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആറ്റവുമായിട്ട് ഉണ്ടാക്കുന്ന ഹൈഡ്രജൻ ബോണ്ടിന്റെ പേരാണ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻ ഓർത്തോ നൈട്രോ ഫിനോൾ ഒരു ആരോമാറ്റിക് ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഓർത്തോ നൈട്രോ ഫിനോളിന്റെ സ്ട്രക്ചർ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ ഒരേ മോളിക്യൂളിനകത്തുള്ള ഹൈഡ്രജൻ ആറ്റവും ഓക്സിജൻ ആറ്റവും തമ്മിലാണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തേക്കുന്നത്. ഇതാണ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് മോളിക്യൂളിന്റെ പ്രോപ്പർട്ടീസിനെ അഫക്ട് ചെയ്യും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടർ ഈസ് എ ലിക്വിഡ് വിത്ത് ഹൈ ബോയിലിംഗ് പോയിന്റ് വൈൽ ഹൈഡ്രജൻ സൾഫൈഡ് ഈസ് എ ഗ്യാസ്. ഓക്സിജനും സൾഫറും 16th ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. ഓക്കെ, ഈ ഓക്സിജന്റെ ഹൈഡ്രേറ്റ് ആയിട്ടുള്ള വാട്ടർ ലിക്വിഡ് ആണ്. അതേ സമയത്ത് സൾഫറിന്റെ ഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് ആണ്. എന്തുകൊണ്ടാണ്? ഒരു എക്സാം ക്വസ്റ്റ്യൻ ആണതും. ഇവിടെ നമുക്ക് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉപയോഗിച്ച് പറയാം. This is because in water the molecules get associated through intermolecular hydrogen bonding, but in H2S there is no intermolecular hydrogen bonding. The water molecule intermolecular hydrogen bonding ഉണ്ട്. അങ്ങനെ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതുകൊണ്ട് മോളിക്യൂൾസ് അസോസിയേറ്റ് ചെയ്യും, അതുകൊണ്ട് ലിക്വിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. കൂടാതെ അതിന് ഹൈ ബോയിലിംഗ് പോയിന്റും ഉണ്ട്. അതേ സമയത്ത് H2S ഹൈഡ്രജൻ ആറ്റവും സൾഫർ ആറ്റവുമാണ് ഉള്ളത്. ഈ സൾഫർ ആറ്റവുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാത്തത് കൊണ്ട് H2S കേസിൽ there is no intermolecular hydrogen bonding or it exists as a gas. ഇപ്പോൾ നമ്മൾ 4th ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചറിലെ മെയിൻ ആസ്പെക്ട്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിനിമം 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്ന് പറയുമ്പോൾ മാക്സിമം 7-8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മൾ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് എക്സാമിന് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നന്നായി പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക.